രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സ്പീഡിനെ കുറിച്ചാണ്. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേ ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പീഡ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ച ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഡെഫിനിഷൻ മാത്രം ഒന്ന് ഓർമ്മിച്ചാൽ മതി. പിന്നെ ഒരു ഇക്വേഷനും സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊരു ഇക്വേഷനും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് സ്പീഡിന്റെ SI യൂണിറ്റ് എന്തെന്നാണ്. SI യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന്റെയും ടൈമിന്റെയും SI യൂണിറ്റ് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരുടെ SI യൂണിറ്റ് കിട്ടും? സ്പീഡിന്റെ SI യൂണിറ്റ് കിട്ടും. ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ഡിവൈഡഡ് ബൈ ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. ഇതിനെ നമ്മൾ എന്താന്ന് വിളിക്കും? മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ SI യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബാക്കി വേറെ ഏതൊക്കെ യൂണിറ്റ് നമുക്കറിയാം? ഇതിന്റെ CGS യൂണിറ്റ് നിങ്ങൾ രണ്ടാമത്തെ പാഠത്തിൽ CGS യൂണിറ്റിനെ കുറിച്ച് പഠിക്കും. CGS യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡിന്റെ CGS യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. CGS യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എല്ലും ടൈമിന്റെ ഡയമെൻഷൻ ടിയുമാണ്. L/T ഇസ് ദ ഡയമെൻഷൻ ഓഫ് സ്പീഡ്. ഈ ഡിനോമിനേറ്ററിൽ താഴെയുള്ള ഡിനോമിനേറ്റർ അങ്ങ് മുകളിലോട്ട് പോകുമ്പോൾ LT⁻⁻1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈസ് LT⁻⁻1. ആദ്യമേ നമ്മൾ പഠിച്ചത് സ്പീഡാണ്. സ്പീഡിന്റെ ഡെഫിനിഷൻ എന്തെന്ന് പഠിച്ചു? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പഠിച്ചു. ഇക്വേഷൻ എന്തെന്ന് പഠിച്ചു? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പഠിച്ചു. SI യൂണിറ്റ് എന്ത് പഠിച്ചു? മീറ്റർ പെർ സെക്കൻഡ്. CGS യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ LT⁻⁻1. ഇനി ശ്രദ്ധിക്കുക, ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 20 കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ സഞ്ചരിച്ചു. അപ്പൊ 20 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ. SI യൂണിറ്റ് അല്ല, വേറൊരു യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ. അപ്പൊ എയിൽ നിന്നും ബിയിൽ 20 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചു. അല്ലെങ്കിൽ വേണ്ട, എയിൽ നിന്നും ബി വരെയുള്ള ദൂരം 100 കിലോമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ആ 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ അദ്ദേഹം എടുത്ത സമയം 2 മണിക്കൂറാണ്. എങ്കിൽ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 2. ദെൻ മീൻസ് 100 ഡിവൈഡഡ് ബൈ 2 ഈസ് 50 കിലോമീറ്റർ പെർ അവർ. ഇവിടുത്തെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇതേ ആള് തന്നെ ബിയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം 70 കിലോമീറ്റർ ആയിരുന്നു. അത് അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. ബിയിൽ നിന്ന് സി വരെയുള്ള ദൂരം കഴിഞ്ഞിട്ട് സിയിൽ നിന്നും ഡിയിലേക്ക് 50 കിലോമീറ്റർ ആയിരുന്നു. അത് അദ്ദേഹം 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. ഇപ്പൊ ഒരിക്കലും നമുക്ക് വെറുതെ ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കിട്ടില്ല. വ്യത്യസ്ത ഡിസ്റ്റൻസുകൾ വ്യത്യസ്ത സമയം കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഠിക്കാനായിട്ട് എടുക്കുന്ന പുതിയൊരു ടേമാണ് ആവറേജ് സ്പീഡ്. Average speed is nothing but it is equal to total distance divided by total time. It is the ratio of total distance covered by an object to the total time. എന്താണ് average speed? It is the ratio of total distance covered by an object in total time. ടൈം എന്ന് വേണമെങ്കിലും എഴുതാം, ടോട്ടൽ ടൈം എന്ന് വേണമെങ്കിലും എഴുതാം, ഏതായാലും പ്രശ്നമില്ല. ടോട്ടൽ ടൈം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ആദ്യം 100 പ്ലസ് നെക്സ്റ്റ് 70 പ്ലസ് 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? 2 പ്ലസ് 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? എത്രയെന്ന് നമുക്ക് നോക്കാം. 100ഉം 70ഉം 170ഉം 50ഉം 220. 220 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 പ്ലസ് 2 ഈസ് 5. ആൻസർ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 44 എന്ന് പറയും. 44 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇവിടെ പഠിച്ചു? സ്പീഡ് എന്താണെന്ന് പഠിച്ചു. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അതിന്റെ യൂണിറ്റ് പഠിച്ചു, CGS യൂണിറ്റ് പഠിച്ചു, ഡയമെൻഷൻ പഠിച്ചു, പിന്നെ പഠിച്ചത് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ബൈ ടോട്ടൽ ടൈം എന്ന് വിളിക്കുന്നതിന് ആവറേജ് സ്പീഡ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ആറ്റിങ്ങലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ആറ്റിങ്ങലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആറ്റിങ്ങൽ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്പീഡ് എന്ന് വെച്ച് ആറ്റിങ്ങൽ മുതൽ ഇപ്പോൾ ആറ്റിങ്ങൽ മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം 30 കിലോമീറ്റർ ആണെന്ന് സങ്കല്പിക്കുക. നമുക്ക് എടുക്കുന്ന സമയം 1 മണിക്കൂറാണ്. എങ്കിൽ ഇവിടുത്തെ നമുക്ക് ആറ്റിങ്ങൽ മുതൽ തിരുവനന്തപുരം വരെ പോകാൻ എടുത്ത സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? 30 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 30 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് തിരുവനന്തപുരം വരെ പോകുന്ന ഒരാളിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. വാഹനത്തിന്റെ സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം, അല്ലെങ്കിൽ വാഹനത്തിന്റെ സ്പീഡ് കാണിക്കുന്നതാണ് സ്പീഡോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ വാഹനത്തിന്റെ സ്പീഡോമീറ്ററിൽ എപ്പോഴും കാണിച്ചിരിക്കുന്നത് 30 കിലോമീറ്റർ പെർ അവർ എന്നാണോ? അല്ല. ചിലപ്പോ അത് 50 എന്ന് കാണിക്കും, ചിലപ്പോൾ 70 എന്ന് കാണിക്കും, ചിലപ്പോൾ 80 എന്ന് കാണിക്കും, ചിലപ്പോൾ 100 എന്ന് കാണിക്കും, ചിലപ്പോൾ ട്രാഫിക്ക് നിർത്തിയിട്ടിരിക്കുമ്പോൾ 0 എന്ന് കാണിക്കും. അങ്ങനെ പല രീതിയിൽ ആ സ്പീഡ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 30 എന്താണ്? 30 ആവറേജ് സ്പീഡാണ്, ശരാശരി വേഗതയാണ്. ഇതിൽ കാണിക്കുന്ന എന്താണ്? ആ ഒരു സമയത്ത്, നമ്മൾ നോക്കുന്ന സമയത്ത് വാഹനം സഞ്ചരിക്കുന്ന വേഗത എത്ര എന്നാണ് ആ സ്പീഡോമീറ്റർ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ആ ഒരു നിശ്ചിത സമയത്ത്, നമ്മൾ നോക്കുന്ന സമയത്ത് വാഹനം സഞ്ചരിക്കുന്ന സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. എന്തെന്ന് വിളിക്കുന്നു? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എനി പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ നോക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ആ വാഹനം സഞ്ചരിക്കുന്ന വേഗത എത്രയാണെന്ന് കാണിച്ചു തരുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ സ്പീഡ് പഠിച്ചു. എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് ഇൻ യൂണിറ്റ് ടൈം. ആവറേജ് സ്പീഡ് പഠിച്ചു. എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ആ ഒരു നിശ്ചിത സമയത്തിൽ, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ ആ വസ്തുവിന് ഉണ്ടായിരിക്കുന്ന വേഗതയെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് എനി പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ നോക്കുന്ന ആ ഒരു സമയത്തിൽ വാഹനം സഞ്ചരിക്കുന്ന വേഗതയെ വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. വാഹനത്തിന്റെ സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് സ്പീഡിനെയാണോ, ആവറേജ് സ്പീഡിനെയാണോ, അതേ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെയാണോ? ആൻസർ എന്തെന്ന് പറയണം? സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷേഴ്സ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുക. എന്താണ് സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ ചെയ്യുന്നത്? ആ ഇൻസ്റ്റന്റിലുള്ള വേഗതയാണ് മെഷർ ചെയ്യുന്നത്. സ്പീഡിനെ കുറിച്ച് പറഞ്ഞ പോയിന്റുകളെല്ലാം നമുക്കൊന്ന് നോട്ട് ചെയ്യാം. സ്പീഡ് ഒന്നാമത് പഠിച്ചത് ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് പഠിച്ചു. രണ്ടാമത് പഠിച്ചത് SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പഠിച്ചു. മൂന്നാമത് പഠിച്ചത് ഡയമെൻഷൻ LT⁻⁻1 ആണെന്ന് പഠിച്ചു. ഇനി അടുത്ത് നോക്കേണ്ടത് സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ ആകാൻ കഴിയൂ, 0 ആകാൻ കഴിയൂ, നെഗറ്റീവ് ആകാൻ കഴിയൂ. ഇത് മൂന്നുമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സ്പീഡിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്നറിയാം. ഈ ടൈം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല ടൈം. അതായത് സ്പീഡിന്റെ വാല്യൂവിനെ നിശ്ചയിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ സ്പീഡിന് പോസിറ്റീവ് ആകാനോ നെഗറ്റീവ് ആവാനോ 0 ആവാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ അത് ആരെ ആശ്രയിച്ചിരിക്കും? ഡിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും. ഈ ഡിസ്റ്റൻസിന് പോസിറ്റീവ് ആവാൻ പറ്റുമല്ലോ. ഡിസ്റ്റൻസിന് പോസിറ്റീവ് ആവാൻ പറ്റും. ഡിസ്റ്റൻസിന് പോസിറ്റീവ് ആവാൻ പറ്റിയാൽ സ്പീഡിന് എന്താവാൻ പറ്റും? പോസിറ്റീവ് ആവാൻ പറ്റും. കാര്യം പോസിറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ടൈം എന്തായാലും പോസിറ്റീവ് വരത്തുള്ളൂ. അപ്പോൾ സ്പീഡിന് എന്താവാൻ പറ്റും? പോസിറ്റീവ് ആവാൻ പറ്റും. ഇനി സ്പീഡിന് 0 ആവാൻ പറ്റൂ? സ്പീഡിന് 0 ആകണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് 0 ആയെങ്കിൽ മാത്രമേ സ്പീഡിന് 0 ആവാൻ പറ്റൂ. ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും 0 ആവുമോ? ആവില്ല. ഡിസ്റ്റൻസ് 0 ആവാത്തത് കൊണ്ട് സ്പീഡ് എന്താവില്ല? സ്പീഡ് ഒരിക്കലും 0 ആവില്ല. ഇനി സ്പീഡിന് നെഗറ്റീവ് ആവാൻ പറ്റൂ? സ്പീഡ് നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് വരണമായിരുന്നു. ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇതിനെന്തും ആവില്ല? നെഗറ്റീവും ആവില്ല. സ്പീഡിന് എന്ത് മാത്രമേ ആവാൻ പറ്റൂ? പോസിറ്റീവ് മാത്രമേ ആവാൻ പറ്റൂ. 0യും ആവാൻ പറ്റില്ല, നെഗറ്റീവും ആവാൻ കഴിയുന്നില്ല. ഇനി സ്പീഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ?
സ്പീഡ് ആരിൽ നിന്നുണ്ടായതാ? ഡിസ്റ്റൻസിൽ നിന്നുണ്ടായതാണ്. ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് സ്പീഡും എന്ത് ക്വാണ്ടിറ്റി തന്നെയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നെയാണ്. 5ാമത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചത് ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് നമ്മുടെ വാഹനം എത്ര വേഗതയിലാണ്, എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 50 km/h സഞ്ചരിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും നമ്മൾ പറയില്ല 50 km/h ഇത്ര വേഗതയിലാണ്, അല്ലെങ്കിൽ ഈ ദിശയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, ഈ ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്ന് ആരും പറയാറില്ല. അങ്ങനെ ഒരു പ്രയോഗവും ഇല്ലാത്തതാണ്. കൺക്ലൂഡ് ചെയ്ത് പറയുക, സ്പീഡിന്റെ ഫസ്റ്റ് പോയിന്റ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം, ഹാവിംഗ് SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഹാവിംഗ് ഡയമെൻഷൻ LT⁻⁻⁻⁻. It can only be positive, it cannot be zero or negative. It is a scalar quantity. പിന്നെ നമ്മൾ കൂടെ പഠിച്ചതാണ് ആവറേജ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് വെലോസിറ്റിയെ കുറിച്ചാണ്. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച അതേ ഇക്വേഷനും അതേ ഡെഫിനിഷൻ തന്നെ ഇവിടെയും ഉപയോഗിക്കുന്നു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡെഫിനിഷനൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ ഇതാ ഈ ഒരു ടേമിനെ മാത്രം ഞാൻ എടുക്കുന്നു. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ഫിസിക്സിൽ ഉദ്ദേശിക്കുന്നത്? അതിന് മാത്രം ഒന്ന് അറിവിന് വേണ്ടി പറയുകയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് it describes how one quantity changes with respect to another. ഒരു ക്വാണ്ടിറ്റിയെ വെച്ചുകൊണ്ട് മറ്റൊരു ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എത്രത്തോളം എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക. ഒരു ക്വാണ്ടിറ്റിയുടെ റെസ്പെക്റ്റ് ആയിട്ട്, ഒരു ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ മറ്റേ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എത്രത്തോളം എന്ന് കാണിക്കുന്നു. നമ്മൾക്ക് ഇവിടെ എന്താ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞത്? സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിനുണ്ടാവുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് വെലോസിറ്റി. സോ ഇറ്റ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു ക്വാണ്ടിറ്റിയുടെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മറ്റൊരു ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ചിനെ കാണിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ എന്താണ് വെലോസിറ്റി? സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിനുണ്ടാവുന്ന ചേഞ്ചിനെ കാണിക്കുന്നത് എന്തോ അത് വെലോസിറ്റി. നമ്മൾ എന്തെന്ന് പറയും? വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതിയിടാം എന്താണെന്നുള്ളത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി. രണ്ടാമത്തെ പോയിന്റ് വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആരുടെയും യൂണിറ്റ് വരും? വെലോസിറ്റിയുടെയും യൂണിറ്റ് വരും. ഇനി അടുത്തത് ചോദിക്കുന്നത് ഇതിന്റെ ഡയമെൻഷൻ എന്താണെന്നുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീളമാണ്, ഒരു ലെങ്ത് ആണ്. ലെങ്തിന്റെ ഡയമെൻഷൻ L ആണ്. ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. ദാറ്റ് ഈസ് LT⁻⁻⁻⁻⁻. ഡയമെൻഷൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? LT⁻⁻⁻⁻ എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു വെലോസിറ്റി പോസിറ്റീവ് ആവോ, സീറോ ആവോ, നെഗറ്റീവ് ആവോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ വെലോസിറ്റി പോസിറ്റീവ് ആവും. ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് ആവാൻ പറ്റും. അതുകൊണ്ട് വെലോസിറ്റിക്ക് എന്താവാൻ പറ്റും? പോസിറ്റീവ് ആകാൻ കഴിയുന്നു. ഡിസ്പ്ലേസ്മെന്റിന് സീറോ ആവാൻ പറ്റുമോ? നമ്മൾ കണ്ടതാണ് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവും. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയാൽ സീറോ ഡിവൈഡഡ് ബൈ ടൈം എന്ന് വരും. ദാറ്റ് മീൻസ് സീറോ ബൈ എനി നമ്പർ ഈസ് സീറോ ഇറ്റ് സെൽഫ്. വെലോസിറ്റിക്ക് എന്താവാൻ പറ്റും? സീറോ ആവാൻ പറ്റും. അടുത്തത് വെലോസിറ്റിക്ക് നെഗറ്റീവ് ആവാൻ പറ്റുമോ? പറ്റും. കാര്യം ഡിസ്പ്ലേസ്മെന്റിന് നെഗറ്റീവ് ആവാൻ പറ്റുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റിന് നെഗറ്റീവ് ആവാൻ പറ്റി കഴിഞ്ഞാൽ വെലോസിറ്റിക്കും എന്താവാൻ പറ്റും? നെഗറ്റീവ് ആവാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, സീറോ ഓർ നെഗറ്റീവ്. പോസിറ്റീവും ആവാം, സീറോയും ആവാം, നെഗറ്റീവും ആവാൻ കഴിയുന്ന ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ എന്നുള്ളതാണ്. അപ്പോൾ
ഇത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് വന്നതാണ്? ഡിസ്പ്ലേസ്മെന്റിൽ നിന്നുണ്ടായതാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ ഡിറൈവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റിയും എന്തായി മാറിയേ പറ്റൂ? ഡയറക്ഷൻ ഉള്ള വെക്ടർ ക്വാണ്ടിറ്റി ആയേ മതിയാവൂ. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതൊരു എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു കുഞ്ഞുദാഹരണം നോക്കാം. എയിൽ നിന്നും ബി വരെ ഒരു ഒബ്ജക്റ്റിന് സഞ്ചരിക്കാൻ എടുത്ത സമയം 10 സെക്കൻഡാണ്. എ മുതൽ ബി വരെയുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 100 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് 100 ആണ്. 100 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 10 ആണ്. ദ ആൻസർ ഈസ് 100 ഡിവൈഡഡ് ബൈ 10 ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ വെലോസിറ്റി. പ്രശ്നം വന്നില്ല. ഇനി ഇതേ ആള് തന്നെ ബിയിൽ നിൽക്കാതെ ബിയിൽ നിന്നും സിയിലേക്ക് ഒരു 50 മീറ്റർ ദൂരം അദ്ദേഹം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചു. 50 മീറ്റർ ദൂരം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് എവിടെ എത്തി? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. അപ്പൊ ആദ്യം അദ്ദേഹം എവിടെ നിന്ന് പോയി? എയിൽ നിന്നും ബിയിലേക്ക് പോയി, ബിയിൽ നിന്നും സിയിലേക്ക് പോയി, സിയിൽ നിന്നും തിരിച്ചെവിടെ എത്തിയൊക്കെയാണ്? സിയിൽ നിന്നും തിരിച്ചെവിടെ എത്തിയൊക്കെയാണ്? ബിയിലെത്തിയൊക്കെയാണ്. ഇവിടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ്? അപ്പൊ നമുക്ക് എന്താണ്? ഇവിടെ ഒരു വെലോസിറ്റി ആണ്, രണ്ടാമത്തെ പാർട്ടിൽ വേറൊരു വെലോസിറ്റി ആണ്, മൂന്നാമത്തെ പാർട്ടിൽ വേറൊരു വെലോസിറ്റിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അദ്ദേഹം തിരിച്ചു വരാനെടുത്ത സമയം 2 സെക്കൻഡ് എന്ന് സങ്കല്പിക്കാം. തിരിച്ചു വരാൻ അദ്ദേഹത്തിന് 2 സെക്കൻഡ് എടുത്തു. അങ്ങോട്ട് പോവാൻ 1 സെക്കൻഡും തിരിച്ചു വരാനായിട്ട് 2 സെക്കൻഡും ഒന്ന് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒരുപാട് ഡിസ്പ്ലേസ്മെന്റുകളും ഒരുപാട് എന്തും വരുന്നുണ്ട്? ടൈമും വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന കൺസെപ്റ്റ് ആണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ശരാശരി കണ്ടുപിടിക്കുന്നു. ശരാശരി വെലോസിറ്റി വേറെ ഒന്നുമില്ല, സ്പീഡ് പഠിച്ച പോലെ തന്നെയാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ടൈം. ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ പോയിന്റ് എവിടെയായിരുന്നു? എയിൽ നിന്നും ബിയിൽ വരെ എത്തി 10 സെക്കൻഡ് എടുത്തു. ബിയിൽ നിന്നും സി വരെ എത്തി 1 സെക്കൻഡ് എടുത്തു. സിയിൽ നിന്നും തിരിച്ച് ബിയിലേക്ക് എത്തി 2 സെക്കൻഡ് എടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അവസാനം കഴിയുമ്പോൾ എല്ലാം തീരുമ്പോൾ അദ്ദേഹത്തിനുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എയിൽ നിന്നുണ്ടായിരുന്നു, അവസാനം ബിയിലെത്തി. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 100 മീറ്റർ. ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 100 മീറ്റർ ഡിവൈഡഡ് ബൈ ആ 100 മീറ്റർ, അവസാനം വരെയുള്ള 100 മീറ്റർ എത്താൻ അദ്ദേഹം എത്ര സമയം എടുത്തു? ആദ്യം പോയത് 10 സെക്കൻഡ് എടുത്തു. അവിടെ നിന്ന് സി വരെ എത്താൻ 1 സെക്കൻഡ് എടുത്തു. അവിടെ നിന്ന് തിരിച്ച് ബി വരെ എത്താൻ 2 സെക്കൻഡ് എടുത്തു. Therefore, the answer is 100 divided by 13 meter per second. പഠിച്ചത് വെലോസിറ്റി is the rate of change of displacement. Average velocity is the total displacement by total time. അടുത്ത നമുക്ക് നോക്കേണ്ട സ്പീഡ് പഠിച്ചതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെലോസിറ്റി അറ്റ് എനി പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് ആ വസ്തുവിനുണ്ടായിരിക്കുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇതാ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് പോകുന്നതായിട്ട് സങ്കല്പിക്കാം. മൂവ് ചെയ്യുന്ന പോകുന്നതിനിടയിൽ ഞാൻ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റിനെ എടുക്കുകയാണ്. ഇറ്റ് ഈസ് ഡെനോട്ടഡ് ആസ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ്, ഡെൽറ്റ ത്രികോണം പോലെ വരച്ചു വയ്ക്കുന്നതാണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് വെച്ചാൽ ചെറിയ ചേഞ്ചിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ സ്മോൾ ചേഞ്ച്. ഒരു കുഞ്ഞ് ചേഞ്ചിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്ത് പോകാൻ അദ്ദേഹത്തിന് എടുത്തിട്ടുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ടി എന്നും എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റിൽ അവൻ ഉണ്ടായിരിക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റിൽ അവൻ ഉണ്ടായിരിക്കുന്ന ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻസ്റ്റന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാലും ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ് അർത്ഥമാക്കുന്നത്? സെയിം തന്നെയാണ്, വ്യത്യാസം വരുന്നില്ല. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടുന്നത് ഈ ടൈം ഇന്റർവെല് ഏറ്റവും കുറയുമ്പോൾ. സപ്പോസ് ഈ ഒരു ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരു 100 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം 101ാമത്തെ സെക്കൻഡ് വരെയുള്ള കുഞ്ഞ് ടൈം ഇന്റർവെല്ലായിരിക്കും ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ 1 സെക്കൻഡിനിടയിൽ പോലും വെലോസിറ്റിക്ക് വ്യത്യസ്ത വാല്യൂകൾ ഉണ്ടായേക്കാം.
നമ്മൾ കണ്ടല്ലോ 5 മിനിറ്റിൽ ഒരു കാർ സഞ്ചരിക്കുന്ന വേഗത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 10 കാണും, 20 കാണും, 30 കാണും, 80 കാണും, പല റീഡിങ് ആ സ്പീഡോമീറ്ററിൽ കാണിക്കും. അതായത് ആ സമയത്തിനിടയിൽ, നമ്മൾ എടുക്കുന്ന സമയത്തിനിടയിൽ പല വെലോസിറ്റികൾ അല്ലെങ്കിൽ പല സ്പീഡുകളിൽ ആ വസ്തു സഞ്ചരിച്ചേക്കാം. നമുക്ക് എന്താ ഇൻസ്റ്റന്റേനിയസ് പറയുന്നത്? ഏറ്റവും ചെറിയ സമയത്തിൽ, ഒരു വളരെ കുഞ്ഞു സമയത്തിൽ അത് കാണിക്കുന്ന റീഡിങ് എത്രയാണെന്നുള്ളത്. അതാണ് നമ്മൾ എന്തെന്ന് ടേമിൽ ഉപയോഗിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് എന്ന ടേമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയോ സ്പീഡോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന ആ ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം ചെറുതായിരിക്കണം. എത്രത്തോളം ചെറുതായിരിക്കുന്നു അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. അവിടെ നമ്മൾ മാത്തമാറ്റിക്സിന്റെ കാൽക്കുലസിലുള്ള ഒരു ഇക്വേഷൻ എടുക്കുകയാണ്. ഈ ടിയെ നമ്മളങ്ങ് വളരെയധികം ചെറുതാക്കുകയാണ്. അതിന് നമ്മൾ എഴുതുന്നതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 0യോട് അടുത്ത വളരെ കുഞ്ഞ് ടൈം ഗ്യാപ്പ് ആകുമ്പോൾ ദിസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വളരെ ചെറിയ ഡി എക്സ് ബൈ ഡി ടി എന്നുള്ള റേഷ്യോയിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടും. ഡി ടി എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഗ്യാപ്പാണ്. അതിനേക്കാളും ചെറിയൊരു ഗ്യാപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡി ടി എന്ന് ഉപയോഗിക്കുന്നത്, ഡെൽറ്റ ടിയും ഡി ടിയും ഉപയോഗിക്കുന്നത്. ആ സമയത്ത് അത് സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് വളരെ കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് ആയ ഡി എക്സും ആയിരിക്കും. ഇത് മാത്സിന്റെ കാൽക്കുലസിൽ വരുന്ന ഇക്വേഷൻസ് ആണ്. ഇതിന് നമ്മൾ ടൈം ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് മാത്സിൽ നിങ്ങൾ പഠിച്ചോളും. അതൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ, ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറിയ സമയത്തിൽ നമ്മൾ നോക്കുന്ന ആ ഒരു സമയത്ത് ആ വസ്തുവിനുണ്ടായിരിക്കുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന്. അത് പഠിക്കാൻ വേണ്ടി ഞാൻ എന്തെടുത്തു, ഒരു വസ്തു സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു കുഞ്ഞ് ടൈം ഗ്യാപ്പ് ഇങ്ങെടുത്തു. ആ കുഞ്ഞ് ടൈം ഗ്യാപ്പിൽ അവൻ ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ ഇവിടെ എടുത്തു. അത് വെച്ചിട്ട് ഞാൻ അവന്റെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിച്ചു. അതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. ഇനി എന്താ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത്? നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്ന റീഡിങ്. നമ്മൾ നോക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ നോക്കുന്ന ടൈം വളരെയധികം ചെറുതാണ്. ആ ടൈം നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെൽറ്റ ടിയെ ഒരു കുഞ്ഞു സമയം, നമ്മൾ നോക്കാൻ എടുക്കുന്ന അത്രയും കുഞ്ഞു സമയമാക്കാൻ വേണ്ടി 0യോട് അടുത്ത ഒരു സമയത്തിലേക്ക് നമ്മൾ ഇതിന് ചെയ്യുന്നു. എങ്ങനെ വായിക്കും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന കുഞ്ഞ് അല്ലെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് ഇത് ചേഞ്ച് ചെയ്യപ്പെടും. അതിനെ വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വേറെ ഒന്നും വേണ്ട. ചോദിക്കുന്നു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന്. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഈ ഒരു സെന്റൻസും ഈ ഒരു ഇക്വേഷനും മാത്രം എഴുതി വെച്ച് കൊടുത്താൽ മതി, 2 മാർക്ക് കിട്ടുന്നു. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യത്തിന് ഒന്ന് ടേബിൾ ആയിട്ട് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും നമ്മൾ ടേബിൾ ആക്കിയതുപോലെ സ്പീഡിനെയും വെലോസിറ്റിയും ടേബിൾ ആക്കുന്നു. വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യം സ്പീഡ് പറയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡിന്റെ എസ്ഐ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റിയുടെ എസ്ഐ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. സ്പീഡിന്റെ ഡയമെൻഷൻ LT⁻⁻⁻⁻⁻, വെലോസിറ്റിയുടെ ഡയമെൻഷനും LT⁻⁻⁻⁻ തന്നെയാണ്. സ്പീഡിന് 0 മാത്രമാവാൻ പറ്റുന്നു. സ്പീഡിന് പോസിറ്റീവ് മാത്രമാവാൻ പറ്റുന്നു, 0യും നെഗറ്റീവും ആവാൻ കഴിയുന്നില്ല. വെലോസിറ്റിക്ക് എന്താവാൻ കഴിയും? പോസിറ്റീവ് ആവാൻ കഴിയും, 0 ആവാൻ കഴിയും, നെഗറ്റീവ് ആകാൻ കഴിയുന്നു. സ്പീഡ് എന്നുള്ളത് ഡയറക്ഷൻ ഇല്ലാത്ത സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്നുള്ളത് ഡയറക്ഷനുള്ള വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഒരാള് എയിൽ നിന്നും ബിയിലേക്ക് 50 മീറ്റർ ഉണ്ടായിരുന്നു. ആ 50 മീറ്റർ സഞ്ചരിക്കാൻ എടുത്തത് 5 സെക്കൻഡാണ്. ബിയിൽ നിന്നും സിയിലേക്ക് 50 മീറ്റർ ആയിരുന്നു, അതിനെടുത്ത സമയം 5 സെക്കൻഡാണ്. സിയിൽ നിന്നും ഡിയിലേക്ക് 50 മീറ്റർ ആണ്, അതിനെടുത്ത സമയം 5 സെക്കൻഡാണ്. ഡിയിൽ നിന്നും ഇയിലേക്കും 50 മീറ്റർ ആണ്, അതിനെടുത്ത സമയം 5 സെക്കൻഡാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നോക്കിയാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? എല്ലാ ടൈം ഗ്യാപ്പും 5 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ എല്ലാ ടൈം ഗ്യാപ്പും ഈക്വലുമാണ്. ആ സമയം കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റുകളും എല്ലാം സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. എന്തെന്ന് വിളിക്കുന്നു? യൂണിഫോം വെലോസിറ്റി. എന്താണ്? നിശ്ചിത സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റുകൾ എല്ലാം തുല്യമാണെന്നുണ്ടെങ്കിൽ ദ ടൈപ്പ് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് യൂണിഫോം വെലോസിറ്റി.
ആദ്യത്തെ 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത് 50 മീറ്റർ, അടുത്ത 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത് 50 മീറ്റർ, അടുത്ത 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത് 50 മീറ്റർ. എല്ലാ 5 സെക്കൻഡ് കൊണ്ടും അത് സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 50 മീറ്റർ തന്നെയാണ്. ദെൻ ദ വെലോസിറ്റി ഈസ് കോൾഡ് യൂണിഫോം വെലോസിറ്റി. എങ്ങനെ പറയാം? ഇഫ് ആൻ ഒബ്ജക്ട് covers equal displacement in equal time, velocity വിളിക്കുന്ന പേര് യൂണിഫോം വെലോസിറ്റി. ഇഫ് ആൻ ഒബ്ജക്ട് കവർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ സമയം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കുന്ന പേര് യൂണിഫോം വെലോസിറ്റി. ഇവിടെ വേറെ ഒന്നുമില്ല, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വെലോസിറ്റി മാറില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ തുടങ്ങുമ്പോൾ അവസാനിക്കുന്നത് വരെയും ഇവന്റെ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ അവന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിയല്ലേ? 50 / 5 10. ബി മുതൽ സി വരെ അവന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതാണ് യൂണിഫോം വെലോസിറ്റി. ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം, ഈ വെലോസിറ്റിയിലാണ്, യൂണിഫോം വെലോസിറ്റിയിലാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും? നമ്മൾ എപ്പോൾ നോക്കിയാലും അവന്റെ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും സെയിം ആണെങ്കിൽ കൃത്യമായി അവൻ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആവുന്നത്? എപ്പോഴാണ് കണ്ടീഷൻ? ഇൻ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷനിലാണ്. ഓക്കെ, ഇനി യൂണിഫോം സ്പീഡ് ചോദിച്ചാൽ എന്തെന്ന് പറയും നമ്മൾ? യൂണിഫോം സ്പീഡ് ഒന്നുമില്ല, ഡിസ്പ്ലേസ്മെന്റ് മാറ്റി ഡിസ്റ്റൻസ് ആക്കി കൊടുക്കുക, വേറെ ഒന്നുമില്ല. ഇഫ് ആൻ ഒബ്ജക്ട് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം സ്പീഡ്. ടേം മാത്രം മാറ്റിയാൽ മതി. എന്താണ്? ഇഫ് ആൻ ഒബ്ജക്ട് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ഇതിനെ വിളിക്കുന്ന പേര് യൂണിഫോം സ്പീഡ്. എപ്പോഴാണ് ആവറേജ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും സെയിം ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? വസ്തു യൂണിഫോം സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ. നമ്മൾ 2 ടേം കൂടെ പഠിച്ചിട്ടുണ്ട്, യൂണിഫോം വെലോസിറ്റി. എന്താണ് യൂണിഫോം വെലോസിറ്റി? ഇഫ് ആൻ ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം, യു ക്യാൻ സേ ദാറ്റ് ദ ഒബ്ജക്ട് ഈസ് മൂവിങ് ഇൻ യൂണിഫോം വെലോസിറ്റി. അതിന്റെ വെലോസിറ്റി എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും സെയിം ആവുന്ന കണ്ടീഷനാണ് യൂണിഫോം വെലോസിറ്റി. പിന്നെ നമ്മൾ പഠിച്ചത് യൂണിഫോം സ്പീഡും എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ കാർ ഈസ് മൂവിങ് along a straight line, say OP, in this figure 3.1. It moves from O to P in 18 seconds and returns from P to Q in 6 seconds. എന്താ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ഒബ്ജക്റ്റ് ഓയിൽ നിന്നും പിയിലേക്ക്, ഇവിടെ ഓയിൽ നിന്നും പിയിലേക്ക് എത്ര സമയം കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്? O to P in 6 seconds. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എഴുതിയില്ല. O to P എത്ര സെക്കൻഡ് കൊണ്ടാണ്? O to P in 18 seconds, 18 സെക്കൻഡ് കൊണ്ട് 18 സെക്കൻഡ്. ആൻഡ് റിട്ടേൺസ് ഫ്രം P to Q in 6 സെക്കൻഡ്. പിയിൽ നിന്നും ക്യൂയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് എത്ര സെക്കൻഡ് കൊണ്ടാണ്? P to Q 6 സെക്കൻഡ് കൊണ്ടാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഇൻ ദ കാർ ഇൻ ഗോയിങ് along ഫ്രം Q to P, O to P. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് O to P പോകുന്ന സ്ഥലത്തുള്ള ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. പിന്നെന്താ ബി പാർട്ടി ചോദിച്ചിട്ടുള്ളത്? ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q. ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q. ആ സമയത്തുള്ള ആവറേജ് സ്പീഡും വെലോസിറ്റി. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുത്തു. ഇനി എന്താ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു, ഒരു കാറോ എന്തോ ഒരു സ്ട്രൈറ്റ് ട്രാക്കിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ മൂവ് ചെയ്ത് പോകുന്ന വഴിയും നമുക്ക് കാണിച്ചിട്ടുണ്ട്. ആ വഴിയിൽ അവർ കുറച്ച് പോയിന്റ് എല്ലാം തന്നിട്ട് എന്ത് പറഞ്ഞു? ഓയിൽ നിന്നും പി വരെ എത്താൻ എടുത്ത സമയം 18 സെക്കൻഡ് ആണ്, പിയിൽ നിന്നും ക്യൂ വരെ എത്താൻ എടുത്ത സമയം 6 സെക്കൻഡ് ആണ് എന്നുള്ളത്. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് ഇത് സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ എന്ത് മനസ്സിലായി? അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്.
അപ്പൊ എന്തൊക്കെ കുറെ കാര്യങ്ങൾ, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം അല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അവർ ചോദിച്ചിട്ടുള്ള എന്താണ്, O മുതൽ P വരെ പോകുമ്പോൾ, O മുതൽ P വരെ പോകുന്ന സമയത്തുള്ള ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. എ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കേസ് O മുതൽ P വരെ അല്ലേ? O മുതൽ P വരെ പോകുമ്പോൾ ഉള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 0 മുതൽ 360 വരെ. ദാറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ ടൈം. O മുതൽ P വരെ പോകാൻ എടുത്ത സമയം എത്രയാണ്? അവർ തന്നിട്ടുണ്ട് അല്ലേ? O മുതൽ P വരെ പോകാൻ എടുത്ത സമയം 18 സെക്കൻഡ് ആണ്. ഈ 360ന്റെ യൂണിറ്റ് വരെ എന്തെന്നാണ് തന്നിട്ടുള്ളത്? മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? മീറ്റർ എന്നാണ്, ഇതെല്ലാം മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് മീറ്റർ ഡിവൈഡഡ് ബൈ 360 മീറ്റർ ഡിവൈഡഡ് ബൈ 18 സെക്കൻഡ്. എത്രയെന്ന് വരും നമുക്ക് ആൻസർ? ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എന്ത്? ആവറേജ് സ്പീഡ്. ഇനി നമുക്ക് അതിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? ആവറേജ് വെലോസിറ്റി എന്താണ് ഇക്വേഷൻ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എന്താണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്? O മുതൽ P വരെ പോയ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് 360 തന്നെയാണ്. 360 ഡിവൈഡഡ് ബൈ അത് മുതൽ അതുവരെ എടുക്കാൻ O മുതൽ P വരെ പോകാൻ എടുത്ത സമയം എത്രയാണ്? 18 സെക്കൻഡ് തന്നെയാണ്. ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ നമുക്ക് കിട്ടി. ഇത് മനസ്സിലാക്കി നമുക്ക്. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അത് ഇത് ചെയ്യാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്താണ്? O മുതൽ P വരെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ആ O മുതൽ P വരെ അവൻ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ, തിരിച്ച് വരുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് സ്പീഡും വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ എഴുതി കണ്ടുപിടിക്കുകയും ചെയ്തു. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ആവറേജ് സ്പീഡ് കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ്, ആവറേജ് വെലോസിറ്റി കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ്. എപ്പോഴായാലും ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ SI യൂണിറ്റിൽ തന്നെ എഴുതിയിരിക്കുക. SI യൂണിറ്റിൽ തന്നെ, അല്ലെങ്കിൽ യൂണിറ്റ് കൃത്യമായി എഴുതണം. യൂണിറ്റിന് 1/2 മാർക്ക് ഉള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ഇതിന്റെ ബി പാർട്ട് നോട്ട് ചെയ്തേക്കുക. ബി പാർട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രം O to P ആൻഡ് ബാക്ക് ടു ക്യൂവിലേക്ക് തിരിച്ചു വരണം. ആ സമയത്തുള്ള ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ബി പാർട്ടിന്റെ ആവറേജ് സ്പീഡ് നോക്കാം. ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം തന്നെയാണ്. അതിലൊന്നും മാറ്റമൊന്നുമില്ല. ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? O to P, O മുതൽ P വരെ പോയപ്പോൾ ഡിസ്റ്റൻസ് എത്രയായി? 360 ആയി. പിന്നെ എന്ത് വന്നു? ബാക്ക് ടു ക്യൂ. ഇവിടെ നിന്ന് എങ്ങോട്ട് തിരിച്ചു വന്നു? ക്യൂയിലേക്ക് വന്നു. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണ്ടേ? ഈ ഓരോ ഗ്യാപ്പും എത്രയാണ് വന്നിട്ടുള്ളത്? ഓരോ ഗ്യാപ്പും നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത് ആദ്യം നോക്കണം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഇല്ല കേട്ടോ. ഈ 340 എന്നുള്ളൊരു പോയിന്റ് ഇല്ല. ഞാൻ വരച്ചപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഇവിടെ 340 എന്നുള്ളൊരു പോയിന്റ് അവിടെ വന്നിട്ടില്ല. ഞാൻ വരച്ചതിലുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. 340 എന്നുള്ള പോയിന്റ് അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? P മുതൽ Q വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കൂടെ നോക്കണം. ഈ ഓരോ ഗ്യാപ്പ് എത്ര വെച്ചാണ്? 40 വെച്ചല്ലേ പോയിരിക്കുന്ന. 120 നിന്ന് 160ലേക്ക് എത്താൻ ഈ ഗ്യാപ്പ് 40, ഈ ഗ്യാപ്പ് 40, ഈ ഗ്യാപ്പ് 40, എല്ലാ ഗ്യാപ്പും 40. അപ്പോൾ ഇത് മുതൽ ഇതുവരെ എത്ര ഗ്യാപ്പ് ഉണ്ട്? 1, 2, 3 ഗ്യാപ്പ്. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. അപ്പൊ 3 ഗ്യാപ്പും കൂടെ ആകുമ്പോൾ എത്ര വരും? 120 വരും. അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഫൈനൽ ഡിസ്റ്റൻസ് മൈനസ് ഇനിഷ്യൽ ഡിസ്റ്റൻസ് അങ്ങ് എടുത്താൽ മതി, ഈ ഗ്യാപ്പ് കിട്ടും. ഇപ്പൊ എത്ര വരും ആ ഗ്യാപ്പ് എന്ന് വെച്ചാൽ? 360 മൈനസ് 240 എത്രയെന്ന് വരും? 120. അപ്പോ O മുതൽ P വരെ പോയപ്പോൾ 360, Pയിൽ നിന്നും Qയിലേക്ക് തിരിച്ചു വന്നപ്പോൾ 120 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? ടോട്ടൽ ടൈം അല്ലേ? O മുതൽ P വരെ പോകാൻ എടുത്ത ടൈം എത്രയാണ്? 18 സെക്കൻഡ് പ്ലസ് P മുതൽ Q വരെ വരാൻ എത്ര സമയം എത്രയാണ്? 6 സെക്കൻഡ്. ഇത് ആൻസർ എത്രയെന്ന് കിട്ടും? 360 120 480 ഡിവൈഡഡ് ബൈ 24 എന്ന് കിട്ടും. 480 ഡിവൈഡഡ് ബൈ 24. അപ്പൊ എത്രയെന്ന് കിട്ടും ആൻസർ? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടുന്നത് ഏതാണ്? രണ്ടാമത്തെ ബി പാർട്ടിന്റെ ഫസ്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എത്രയെന്ന് കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഈ കേസിൽ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം എവിടെ നിന്ന് തുടങ്ങി? ഓയിൽ നിന്നും തുടങ്ങി, പിയിൽ വന്നു, ക്യൂവിൽ അവസാനിച്ചു. ഇപ്പൊ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചേക്കുകയാണ്.
ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം എത്രയാണ്? 240 ഡിവൈഡഡ് ബൈ ആ 240 എത്താൻ അവൻ എത്ര സമയമെടുത്തു? ആദ്യം ഇവിടെ നിന്ന് ഇതുവരെ വന്നത് 18 സെക്കൻഡ് പ്ലസ് ഇവിടെ നിന്ന് ഇതുവരെ വരാൻ എടുത്തത് 6 സെക്കൻഡ്. ദാറ്റ് മീൻസ് 240 ഡിവൈഡഡ് ബൈ 18 പ്ലസ് 6 is 24. ദ ആൻസർ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ കേസിൽ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നും രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എന്നും കിട്ടി. ഇവിടെ നമുക്ക് ആരാ വലുത്? സ്പീഡ് വലുതും വെലോസിറ്റി എന്തുവാണ്? ചെറുതുമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? കാര്യം ഡിസ്പ്ലേസ്മെന്റ് കുറയുകയാണ് ചെയ്തത്. കാര്യം സ്ട്രേറ്റ് ലൈനിൽ പോയിട്ട് തിരിച്ചു വന്നു, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് കേട്ടതിന് ശേഷം ഇതിന്റെ സഹായമില്ലാതെ ആ ക്വസ്റ്റ്യൻ എടുത്തതിന് ശേഷം ഒന്ന് ചെയ്തു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സെഷനിൽ ചോദിക്കാം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഗോസ് ടു മാർക്കറ്റ് അറ്റ് 36 കിലോമീറ്റർ പെർ അവർ ആൻഡ് റിട്ടേൺസ് ബാക്ക് ഹോം അറ്റ് 72 കിലോമീറ്റർ പെർ അവർ. കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. ഒരാൾ വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് അങ്ങോട്ട് പോയത് 36 കിലോമീറ്റർ പെർ അവറിലും തിരിച്ചു വന്നത് 72 കിലോമീറ്റർ പെർ അവറിലുമാണ്. ഇദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലാക്കുക, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് വേണം, ടോട്ടൽ ടൈം വേണം. ഇതിൽ ടോട്ടൽ ഡിസ്റ്റൻസും തന്നിട്ടില്ല, ടോട്ടൽ ടൈമും തന്നിട്ടില്ല. എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും? അവിടെയാണ് നമുക്ക് നോക്കേണ്ടത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ വീട് മുതൽ മാർക്കറ്റ് വരെയുള്ള ദൂരം, ഞാനിത് ഹോം എന്നും മാർക്കറ്റ് എന്നും എടുക്കുന്നു. ദൂരത്തിന് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനെടുത്ത ഡിസ്റ്റൻസും ഇങ്ങോട്ട് വരാനെടുത്ത ഡിസ്റ്റൻസും സെയിം തന്നെയാണല്ലോ. എങ്കിൽ ഇദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ് നമ്മുടെ ഇക്വേഷൻ. ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എക്സ്, തിരിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ആണല്ലോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഈ എക്സ് ദൂരം സഞ്ചരിക്കാൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അവിടെ അങ്ങേരെ സഞ്ചരിച്ച സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അദ്ദേഹം സഞ്ചരിച്ച സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 36 കിലോമീറ്റർ പെർ അവർ ആണ്. എങ്കിൽ ടൈം കണ്ടുപിടിച്ചൂടെ? ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം T1. ടൈം 1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിയാൽ നമുക്ക്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണല്ലോ. എക്സ് ഡിവൈഡഡ് ബൈ 36 ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സമയത്തുണ്ടായിരുന്ന അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ടൈം. തിരിച്ചു വരുമ്പോഴുള്ള ടൈമോ? തിരിച്ചു വരുമ്പോഴുള്ള ഡിസ്റ്റൻസ് എക്സ് തന്നെയാണ്. തിരിച്ചു വന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ ആണ്. എങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനെടുത്ത ടൈം T2 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ഡിസ്റ്റൻസ് എക്സ് ഡിവൈഡഡ് ബൈ സ്പീഡ് 72. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ടോട്ടൽ ടൈം എത്രയാണ്? ആദ്യത്തെ ടൈം എക്സ് ബൈ 36 പ്ലസ് രണ്ടാമത്തെ ടൈം എക്സ് ഡിവൈഡഡ് ബൈ 72 ആണോ? ഇതിനെ സോൾവ് ചെയ്താൽ പോരെ? നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? എന്താ ആദ്യം എന്ത് ചെയ്യണം? എക്സ് പ്ലസ് എക്സ് 2x ആണ്. 2x ഡിവൈഡഡ് ബൈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ആണല്ലോ ചെയ്യേണ്ടത്. 72 ഇൻറ്റു എക്സ് 72x പ്ലസ് 36 ഇൻറ്റു എക്സ് എന്തെന്ന് വരും? 36x ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 72. 36 ഇൻറ്റു 72. ഈ 36 ഇൻറ്റു 72 ഒന്ന് മുകളിൽ പോകുമെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്ത് വരും? 2x ഇൻറ്റു 36 ഇൻറ്റു 72 ഡിവൈഡഡ് ബൈ 72x പ്ലസ് 36x ആണല്ലോ. ഇനി ഇതിൽ നിന്ന് ഒരു എക്സിനെ ഇനി കോമൺ ആയിട്ട് എടുത്തുകൂടി. അപ്പോൾ എന്തെന്ന് വരും? 2 ഇൻറ്റു 36 ഇൻറ്റു 72 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 72 പ്ലസ് 36 ഇൻറ്റു എക്സ്. ഈ എക്സും ക്യാൻസൽ ചെയ്താൽ ഇക്വേഷൻ എന്തായിട്ട് വരും? 2 ഇൻറ്റു 36 ഇൻറ്റു 72 ഡിവൈഡഡ് ബൈ 36 പ്ലസ് 72 ആണോ? ഇതെന്താടേ? ഇതാണല്ലോ ആവറേജ് സ്പീഡിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്തേ. ആവറേജ് സ്പീഡ് 2 ഇൻറ്റു 36 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ വെലോസിറ്റി അല്ലെങ്കിൽ അങ്ങോട്ട് പോയ സ്പീഡ്. അതിനെ ഞാൻ V1 എന്ന് എടുക്കുന്നു. 72 എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു വന്ന വേഗതയാണ്. അതിനെ ഞാൻ V2 എന്ന് എടുക്കുന്നു. ഡിവൈഡഡ് ബൈ ഇത് V1 പ്ലസ് V2 അല്ലേ.
v1 plus v2. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അങ്ങോട്ട് പോയ വേഗതയും തിരിച്ചു വന്ന വേഗതയും ഉണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇത്രയും ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങോട്ട് പോയ വെലോസിറ്റി നമ്മുടെ കയ്യിലുണ്ട് 36, തിരിച്ചു വന്ന വെലോസിറ്റി നമ്മുടെ കയ്യിലുണ്ട് 72. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ ആൻസർ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു v1 എത്രയാണ്? 36 ഇൻറ്റു v2 എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 36 പ്ലസ് 72. ചെയ്യാമല്ലോ. 2 ഇൻറ്റു 36 ഇൻറ്റു 72 ഡിവൈഡഡ് ബൈ 36 72 108. ഈ 108 36 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എത്രയെന്ന് കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 3 72 കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എത്രയായിട്ട് കിട്ടും? 24 എന്ന് കിട്ടും. 2 ഇൻറ്റു 4 24. ദ ആൻസർ ഈസ് 48 കിലോമീറ്റർ പെർ അവർ. 48 കിലോമീറ്റർ പെർ അവർ ഈസ് ദ ആൻസർ. എന്തുകൊണ്ട് കിലോമീറ്റർ പെർ അവർ വന്നു? കാര്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 യൂണിറ്റ് വേണ്ടി തന്നെയാണ്, കിലോമീറ്റർ പെർ അവറിലാണ്. അതിനെ നമ്മൾ മാറ്റിയിട്ടില്ല. മറ്റത് ചെയ്തുകൊണ്ട് ആൻസറിൽ നമുക്ക് എന്ത് കിട്ടും? കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ തന്നെ കിട്ടുന്നു. നോട്ട് ഡൗൺ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. എന്താണ്? അങ്ങോട്ട് പോയ വേഗതയും തിരിച്ചു വന്ന വേഗതയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 എന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്.